തുടർ പരാജയങ്ങളിൽ മോഹൻലാൽ ചിത്രങ്ങൾ വലിയ വിമർശനം കേൾക്കുന്ന സമയം. മലയാളത്തിലെ യുവനിരയിലെ സൂപ്പർ നായകൻ മോഹൻലാലിനെ നായകനാക്കി ഒരു സിനിമ പ്രഖ്യാപിക്കുന്നു. ഈ സിനിമ 8 നിലയിൽ പൊട്ടും, അഭിനയിച്ചാൽ പോരെ, സംവിധാനം ചെയ്യേണ്ടതുണ്ടോ തുടങ്ങി പരിഹാസങ്ങളുടെ നീണ്ട നിര. അങ്ങനെ ആ ചിത്രം 2019 മാർച്ച് 28-ന് തിയേറ്ററുകളിലെത്തുന്നു. ആദ്യ ഷോ കഴിഞ്ഞതിന് പിന്നാലെ തിയേറ്ററുകളിലേക്ക് ഇടിച്ചു കയറി പ്രേക്ഷകർ. മോഹൻലാൽ ആരാധകർക്കും സിനിമാ പ്രേമികൾക്കും വേണ്ട എല്ലാ ചേരുവകളും നിറച്ച ഒരു പാക്കേജ് ചിത്രമൊരുക്കിയത് പൃഥ്വിരാജ്. മോഹൻലാൽ എന്ന സൂപ്പർ ബ്രാൻഡിന്റെ സ്ക്രീൻ പ്രസൻസിൽ നിറഞ്ഞാടിയ ആ ചിത്രം ലൂസിഫർ. ചിത്രത്തിന്റെ 2ാം ഭാഗം എമ്പുരാൻ മാർച്ചിൽ തിയേറ്ററുകളിൽ എത്തുകയാണ്. മംഗലശ്ശേരി നീലകണ്ഠൻ, മുള്ളൻകൊല്ലി വേലായുധൻ, സാഗർ ഏലിയാസ് ജാക്കി, ജഗന്നാഥൻ തുടങ്ങി മസിൽ പവർ കാണിക്കുന്ന മോഹൻലാൽ കഥാപാത്രങ്ങളുടെ അവതാര പിറവി കാത്തിരിക്കുന്ന പ്രേക്ഷകരിലേക്കാണ് വെള്ളയും ഇട്ട് മീശ പിരിക്കുന്ന ഹൈറേഞ്ചിലെ ഇരട്ടച്ചങ്കൻ സ്റ്റീഫൻ നെടുമ്പള്ളിയും അധോലോക നായകൻ അബ്രഹാം ഖുറേഷിയും എത്തിയത്. സ്റ്റീഫൻ ഉദ്ദേശിക്കുന്ന ആളല്ല എന്ന് മനസ്സിലാക്കുന്നിടത്ത് മുൾമുനയിലായ പ്രേക്ഷകരെ വിസ്മയ കാഴ്ചകളിലേക്കാണ് എമ്പുരാൻ ക്ഷണിക്കുന്നത്. മോഹൻലാൽ എന്ന നടനെയും താരപ്പൊലിമയെയും ഒരുപോലെ ഉപയോഗപ്പെടുത്തിയ മുരളി ഗോപിയുടെ തിരക്കഥ തന്നെയാണ് എമ്പുരാന്റെയും പ്രതീക്ഷ കൂട്ടുന്നത്. ഒപ്പം ആരാണ് അബ്രഹാം ഖുറേഷി എന്നറിയുവാനുള്ള പ്രേക്ഷകരുടെ ആകാംക്ഷയും. പൃഥ്വിരാജിന്റെ സംവിധാന മികവും സുജിത് വാസുദേവന്റെ അതിഗംഭീര ഫ്രെയിമുകളും കൂടി ചേരുമ്പോൾ ചിത്രം സാങ്കേതികമായും ഭദ്രം. അവിടേക്ക് മോഹൻലാൽ എന്ന ബ്രാൻഡും കൂടി ചേരുമ്പോൾ മലയാളത്തിൽ ഇതുവരെയുള്ള ബോക്സ് ഓഫീസ് കഥകൾ എമ്പുരാൻ മാറ്റിയെഴുതുമെന്നാണ് പ്രതീക്ഷ. PK രാംദാസ് എന്ന PKR വളർത്തിയെടുത്ത രാഷ്ട്രീയക്കാരനായി സ്റ്റീഫൻ നെടുമ്പള്ളി. ആ സ്റ്റീഫന്റെ ഭൂതകാല ചരിത്രം എന്താണ്? പ്രിയദർശിനിയും ജതിൻ രാംദാസും മഹേന്ദ്രവർമ്മയും അടങ്ങുന്ന കൂട്ടം സ്റ്റീഫനൊപ്പമോ അതോ എതിർപാളയത്തോ? ബോബിയുടെ കൊലയ്ക്ക് പകരം ചോദിക്കാൻ ആരെങ്കിലും എത്തുമോ? ഗോവർദ്ധൻ പറയുന്ന കഥയിലെ അബ്രഹാം ഖുറേഷി വില്ലനോ നായകനോ? അങ്ങനെ ലൂസിഫർ പറഞ്ഞതിന്റെ ബാക്കി എമ്പുരാൻ കാട്ടിത്തരും. ലൂസിഫറിനെ കുറിച്ച് സംസാരിക്കുന്ന വേളകളിലെല്ലാം സംവിധായകൻ പൃഥ്വിരാജ് പറഞ്ഞത് താൻ തികഞ്ഞ മോഹൻലാൽ ആരാധകനാണെന്നാണ്. അക്ഷരാർത്ഥത്തിൽ ആ കമന്റ് ശരിവെക്കുന്നതായിരുന്നു ചിത്രം. പുലിമുരുകന് ശേഷം മോഹൻലാൽ ആരാധകരുടെ മനം നിറച്ച ചിത്രമായിരുന്നു ലൂസിഫർ. 5 വർഷത്തിനിപ്പുറം എമ്പുരാനിലേക്ക് എത്തുമ്പോൾ സാങ്കേതിക വിദ്യയുടെ പുതിയ തലവും ചിത്രം തേടുന്നുണ്ട്. 8 സംസ്ഥാനങ്ങളിലും 4 രാജ്യങ്ങളിലുമായി 14 മാസം കൊണ്ടാണ് എമ്പുരാൻ ചിത്രീകരണം പൂർത്തിയാക്കിയത്. ആശീർവാദ് സിനിമാസും ലൈക്ക പ്രൊഡക്ഷൻസും ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. സമീപകാലത്ത് ഇത്രത്തോളം ഹൈപ്പിൽ വരുന്ന മറ്റൊരു മലയാള ചിത്രമുണ്ടോ എന്ന സംശയമാണ്. കാത്തിരിക്കാം മറ്റൊരു മാസ് ചിത്രത്തിനായി.